വേദാന്തം സുവിശേഷത്തിലൂടെ കുറെ ഹിന്ദുക്കളെ അത് ക്രിസ്തു ഭക്തരാക്കി മാറ്റി എന്നതും കൂടെ നമ്മൾ കാണാതിരിക്കരുത്. ഹിന്ദു കുടുംബത്തെ മതപരിവർത്തനം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഈ വീഡിയോ സംഘികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ക്രിസ്സംഘികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവര് വേണം കേട്ടോ മറുപടി പറയാനായിട്ട്. കുറെ നാളായില്ലേ താങ്ങല് തൊട്ടേക്കിട്ട് ഇതിനുള്ള മറുപടി ഒന്ന് പറഞ്ഞു കൊടുക്കണേ. ഈ മതപരിവർത്തനം നടത്തുന്നത് എന്താ കുഴപ്പം? എന്താ ഇവിടെ ഭരണഘടന സ്വാതന്ത്ര്യം തരുന്നുണ്ട്. എന്തിനാണെന്നറിയോ? അവനവന്റെ മതം പ്രചരിപ്പിക്കാനുള്ള. ആ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ക്രൈസ്തവ ആ വിശ്വാസത്തിലേക്ക്, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് ആ കുടുംബത്തെ പരിവർത്തനം ചെയ്യുന്ന ആ ഒരു ബിനു പാസ്റ്റർ. ഇന്ത്യയിൽ മുസ്ലിമും വേണ്ട, ക്രിസ്ത്യാനിയും വേണ്ട, എല്ലാവരും ഹിന്ദുവിലേക്ക് മാറാം. ഞാനും മാറാൻ തയ്യാറാണ്. പക്ഷെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കുമെന്നാണ് എനിക്കറിയണത്. എനിക്ക് ഈ കുറഞ്ഞ കൊലയിലൊന്നും പറ്റത്തില്ല. എനിക്ക് ഉന്നത കൊലയിൽ മറ്റേ പൂണൂലൊക്കെ ഇട്ട് ആ കൊലയിലേക്ക് എടുക്കാമെന്നുണ്ടെങ്കിൽ ഞാനും അങ്ങോട്ട് വരാം. വലിയ നിങ്ങൾ ബുദ്ധിമുട്ടോ കറുവാപ്പസ് അടിപ്പിക്കുമെന്നും വേണ്ട, ഞാൻ റെഡിയാ വരാനായിട്ട്. കാശും തരണ്ട. എന്തായാലും കേട്ട് നോക്കിക്കോ. ആരാണ് ന്യൂനപക്ഷം? ഐക്യരാഷ്ട്രസഭയുടെയൊക്കെ നിർദ്ദേശപ്രകാരം 2% താഴെ വരണ്ടുള്ളൂ പ്രത്യേക ആനുകൂല്യങ്ങളും അവകാശങ്ങളും കൊടുക്കണമെങ്കിൽ. ഭാരതത്തിൽ അത് ആവശ്യമില്ല. ഈ പറഞ്ഞ മാതിരി നാട് മുഴുവൻ നടന്നിട്ട് മതം മാറ്റാനുള്ള പൈസയുള്ളവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കണം. ഈ പറഞ്ഞ മാതിരി നാട് മുഴുവൻ നടന്നിട്ട് മതം മാറ്റാനുള്ള പൈസയുള്ളവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കണം. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിക്കുമ്പോൾ അതിൽ ക്രൈസ്തവ വോട്ടുകളുണ്ട്, ക്രൈസ്തവ സഭകളുടെ വ്യക്തമായിട്ടുള്ള പിന്തുണകളുണ്ട്. അത് അദ്ദേഹത്തിന് പോലും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ഈ തരത്തിൽ സഭകളെ ഒന്നടങ്കം കുറ്റപ്പെടുത്തൽ വരുമ്പോൾ ഇതൊക്കെ ഇനിയുള്ള സമയത്ത് BJP നടത്തുന്ന ഒരു ന്യൂനപക്ഷ ഒരു അനുനയിപ്പിക്കലിന് തുരങ്കം വെക്കില്ലേ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, പക്ഷങ്ങളെ അല്ല രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ പ്രതീക്ഷിക്കേണ്ടത്. ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചാൽ വോട്ട് കിട്ടുന്ന ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ടൊക്കെ ഇരിക്കുന്നത് സഭാ മേധാവികളുടെ കയ്യിലാണ്. ഭൂരിപക്ഷത്തിന്റെ വോട്ടൊക്കെ ഇരിക്കുന്നത് സന്യാസിമാരുടെയും അല്ലെങ്കിൽ സാധനങ്ങളില്ല. അത് ഈ ശശികല ടീച്ചർക്ക് ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടേ ബുദ്ധിയില്ല, ഇപ്പൊ അവരുടെ ബോധവും കൂടെ പോയിരിക്കുക. പെന്തക്കോസ്തുകാര് ഇവിടുത്തെ സംഘികളുടെയും ക്രിസ്ത്യാനികളുടെയും കണ്ണിലെ കരടാണ്. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ സമുദായത്തിലെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. കേരളത്തിലൊട്ടും നടക്കത്തില്ല. ഗുജറാത്തും UP ഒക്കെ കണ്ട് നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ വേണം അവിടെ പോയി ചെയ്തോ. ഇവിടെ നടക്കത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ കോൺഗ്രസ് അല്ല BJP ഭരിച്ചെന്ന് പറഞ്ഞാലും ഇവിടുത്തെ പെന്തക്കോസ്ത് ആരാധനയൊന്നും നിർത്തിക്കളയാൻ ആർക്കും പറ്റത്തില്ല കേട്ടോ. ഇവിടെ ഒന്നല്ല, ലോകത്തിൽ ഒരിടത്തും പറ്റത്തില്ല. കാരണം നിൽക്കാനാണെങ്കിൽ ഇത് നിന്ന് പോകേണ്ട സമയം കഴിഞ്ഞതാ കേട്ടോ. അതുകൊണ്ട് അതിന് വെച്ച വെള്ളം നിങ്ങൾ വാങ്ങി വെച്ചേക്ക്. പ്രിയപ്പെട്ട സംഘികളെ, കരയരുത് കേട്ടോ. അങ്ങ് ജെറുസലേമിൽ നിന്ന് നമ്മുടെ ശലോം വന്നിട്ടുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒന്ന് കേട്ട് നോക്കിക്കോണം. ഇവരെ കുറെ താങ്ങി നടക്കുന്നതല്ലേ. കാരണം ഇവര് മറ്റേ ജിഹാദികൾക്കെതിരെ സംസാരിക്കുന്നവരല്ലേ. ഇവര് ജിഹാദികൾക്കെതിരെ ഘോരം പ്രസംഗിക്കുമ്പോൾ കൈയടിക്കുന്ന സംഘികളെ, നിങ്ങൾ ഇതൊന്ന് കാണണേ. കരയല്ലേ, ഒരപേക്ഷയാണേ കേട്ടോ. നിങ്ങൾ പരിജ്ഞാനത്തിൽ വരണം. ഇസ്രായേലിന്റെ ദൈവത്തെയാണ് നിങ്ങൾ വിളിക്കുന്നത്. യൂത്ത് വൗഖേ എന്ന് പറയുന്ന സർവശക്തനായ ദൈവത്തെ, ഈ പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ ദൈവത്തെ കണ്ടെത്തണം. നിങ്ങളുടെ പരിജ്ഞാനത്തിൽ ഒരു കല്ലിനെ ഉണ്ടാക്കി വെച്ചിട്ട് കല്ലിനെ കണ്ടപ്പോഴത്തേക്കും നല്ല പേര് മണിക്കുട്ടൻ എന്ന് പറഞ്ഞ് കല്ലിനൊരു പേരിട്ടിട്ട് മണിക്കുട്ടൻ ദൈവമേ മണിക്കുട്ടൻ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അവിടെ കുംകുമവും ഇട്ട് കൊടുത്തിട്ട് 24 മണിക്കുട്ടൻ ദൈവത്തിന്റെ മുമ്പിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ കല്ലിനകത്ത് പിശാച് വന്ന് മണിക്കുട്ടൻ എന്നുള്ള പേരിൽ ആവാഹിച്ചങ്ങ് ഇരുന്നോളൂ. ഇട മൂടന്മാരെ, നിങ്ങൾ പറ്റിക്കപ്പെടുകയാണ്, വഞ്ചിക്കപ്പെടുകയാണ്. നിങ്ങൾ സാത്താനെയാണ് വിളിക്കുന്നത്. നീ വിളിക്കുന്ന ഒരു സാത്താനെയാണ്. ഇനിയെങ്കിലും മനസ്സിലാക്ക്. നീ വിളിക്കുന്ന വിരിപ്പേടിനകത്ത് ആവാഹിച്ചു വന്നിരിക്കുന്ന ദൈവമല്ല നിന്റെ ദൈവം. യൂത്ത് വൗഖേ എന്ന് പറയുന്ന എന്നേക്കും നാമമുള്ള ദൈവം എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ല നിനക്ക് പോയി പട്ടിക്കുട്ടിയെ പേരിട്ട് വിളിക്കാമെന്നതുപോലെ ടിട്ടു കുട്ടു എന്ന് പറഞ്ഞിട്ട് നീ വിളിച്ച ഉടനെ ആ പേരിൽ വന്നിട്ട് ഹായ് ഹായ് രസമുണ്ടേ, നന്നായി പാടു, ഹായ് ഹായ്, അനുഗ്രഹം അനുഗ്രഹം അനുഗ്രഹം. അയ്യോ അയ്യോ. കേരളത്തിലെ പെന്തക്കോസ്ത് വിരുദ്ധര് കുറച്ച് മാന്യന്മാരാണ് കേട്ടോ. അവർക്കൊരു പ്രശ്നമില്ല. പെന്തക്കോസ്തുകാരുമായിട്ട് അവർക്ക് ഒരൊറ്റ ആക്ഷേപമുള്ളൂ. പെന്തക്കോസ്തുകാര് എന്തോ ചെയ്യുന്നത്? അവര് മതപരിവർത്തനം നടത്തുന്നു. ഇവിടെ ഭരണഘടന സ്വാതന്ത്ര്യം തരുന്നുണ്ട്. എന്തിനാണെന്നറിയോ? അവനവന്റെ മതം പ്രചരിപ്പിക്കാനുള്ള. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഇതിനുപരിയായിട്ട് ബൈബിള് പഠിപ്പിക്കുന്നുണ്ട് ഈ സുവിശേഷം, യേശുക്രിസ്തുവിന്റെ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കണമെന്ന്. അതുകൊണ്ട് ഈ പെന്തക്കോസ്തുകാർ എന്ത് ചെയ്യുന്നറിയോ? തെരുവീതികളിൽ നിന്നുകൊണ്ട് മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിക്കും. ഞങ്ങളുടെ പ്രചരണത്തിന്റെ ഒരു ഭാഗമാണത്. സുവിശേഷം അറിയിക്കാനുള്ള പ്രചരണത്തിന്റെ ഒരു ഭാഗമാണത്. 2
ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വരും. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഓടിച്ചു. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ട്രാക്റ്റ് തരും, ഒരു ലഘുലേഖ തരും. ഇതൊക്കെ സുവിശേഷം അറിയിക്കേണ്ടതിന്റെ ഭാഗമായിട്ടാണ്. ഭരണഘടന തരുന്ന സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ബൈബിളിന്റെ പഠിപ്പിക്കലും അതാണ്. അതുകൊണ്ട് ഞങ്ങൾ പെന്തക്കോസ്തുകാർ അത് ഇനിയും ചെയ്യും. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ചിലർ പറയും നിർബന്ധിതമായിട്ട് മതപരിവർത്തനം. നിർബന്ധിത മതപരിവർത്തനം ആര് ചെയ്താലും തെറ്റാണ്. അത് ആര് ചെയ്താലും, ഏത് ഭാഷ ചെയ്താലും ആര് ചെയ്താലും തെറ്റാണ്. പക്ഷെങ്കിൽ ഇതിൽ ആകൃഷ്ടരായിട്ട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിലോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഇതൊരു ആശ്വാസമായി തോന്നി ഒരു വ്യക്തി ഇതിലേക്ക് വരുന്നുവെങ്കിൽ അതിനെ നിർബന്ധിത മതപരിവർത്തനം എങ്ങനെ പറയും? അങ്ങനെ പറയുവാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് പെന്തക്കോസ്തുകാർ ഇവിടുത്തെ സംഘികളുടെയും ക്രിസ്ത്യാനികളുടെയും കണ്ണിലെ കരടാണ്. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ സമുദായത്തിലെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. അത് ഞങ്ങളുടെ കുഴപ്പമല്ല. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ഒരാൾ ആകർഷണമായിട്ട് അതിലേക്ക് കടന്നു വരുന്നത് ഞങ്ങളുടെ കുഴപ്പമല്ല. അത് യേശുവിന്റെ പഠിപ്പിക്കൽ അത്രയും മെച്ചമായതുകൊണ്ടാണ് അതിലേക്ക് ആൾക്കാർ വരുന്നത്. അതിന് നിങ്ങളിവിടെ പെന്തക്കോസ്തുകാരുടെ മുഖത്ത് കുതിര കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിന് കാലാന്തരങ്ങളായി തുടർന്നു വരുന്നതാണ്. ഇനിയും അനേകം പേര് ഇതിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യം. ബൈബിളിന്റെ പ്രവചനം അതാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുകൊണ്ടൊന്നും ഇവിടുത്തെ പെന്തക്കോസ്തുകാർ നടത്തുന്ന മതപരിവർത്തനം ഒന്നും ഉണ്ടല്ലോ, അത് നിർബന്ധിതമല്ല. പകരം ആ സുവിശേഷത്തിൽ ആകർഷ്ടനായിട്ട് ഒരു വ്യക്തി മാറിപ്പോകുന്നതാണ് കേട്ടോ. നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ഉണ്ട്. ഒരു അനാഥാലയത്തിൽ എവിടെ ഒരു കുട്ടിയെ പീഡിപ്പിച്ചു, എന്നിട്ട് ആ കൊച്ചിനെ അടിച്ചു, എന്താ പ്രശ്നങ്ങളായത്, പോലീസ് കേസായിപ്പോൾ അവിടെയൊക്കെ ഭയങ്കര വാർത്ത നിറഞ്ഞിരിക്കുന്ന കാര്യമാണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ അതിന്റെ പത്രക്കാരോട് അതിന്റെ വിശദീകരണം നൽകാൻ വേണ്ടിയിട്ട് ഈ പാസ്റ്റർ ബിനുവിന്റെ ഭാര്യ ഒരു പ്രതികരണം നൽകിയിട്ടുണ്ടായി. അപ്പോൾ അതിനകത്ത് ഒരാൾ വന്നിട്ട് ഇവർ ഈ പാസ്റ്റർ ബിനു പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പം അതിന് താഴെ വന്നൊരു കമന്റ് ഇങ്ങനെ അതായത് പാസ്റ്ററിന്റെ വൈഫ് പ്രതികരണം കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് വന്നൊരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചു. ഈ പെന്തക്കോസ്തുകാരൊന്നും ക്രിസ്ത്യാനികളല്ലെന്ന്. എടാ, ക്രിസ്ത്യാനിയുടെ പട്ടം നിനക്കാരാ തന്നത്? ഈ പറയുന്നവന്മാരാണ് എന്റെ ചോദ്യം. ഈ ക്രിസ്ത്യാനിയുടെ പട്ടം നിനക്കാരാ തന്നത്? ക്രിസ്ത്യാനിറ്റി ഉണ്ടായത് ഇന്ത്യയിലൊന്നും അല്ലല്ലോ. നിന്റെ തലമുറ 10 തലമുറ പുറകോട്ടെടുത്ത നിന്റെ അപ്പന്റെ അപ്പൂപ്പനും ഒക്കെ ക്രിസ്ത്യാനിയായിരുന്നു. അതിനു മുമ്പ് ഒരു ക്രിസ്ത്യാനി അല്ലായിരുന്നു. ഇവിടെ ഒരു ക്രിസ്ത്യാനി ഇല്ലായിരുന്നു. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ഒരു ജാതിയല്ല, ക്രിസ്ത്യാനിറ്റി ഒരു മതമാണ്. ഇനി അതിലും തെളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഏവനാണോ അവന്റെ ദൈവത്തിന്റെ മക്കളാകുവാൻ അധികാരം കൊടുത്തു. അവനാണ് ക്രിസ്ത്യാനി. മനസ്സിലായില്ലേ? ബൈബിൾ പറയുന്നതാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടയാളം. അല്ലാതെ നീ പറയുന്നത് പോലെ നിന്റെ വായി തോന്നുന്ന പോലെ വ്യാഖ്യാനിക്കുന്നതാണ്. നിന്റെ വായി തോന്നുന്ന പോലെ വ്യാഖ്യാനിക്കാനാണ് നിന്റെ തലമുറ 10 തലമുറ പുറകോട്ട് അല്ലെങ്കിൽ ഒരു 10-15 തലമുറ പുറകോട്ട് ആരായിരുന്നു ഇവിടെ തെളിയിക്കണം. അവിടെ തൊട്ട് ക്രിസ്ത്യാനിറ്റി ഉണ്ടെന്ന് നീ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാൻ നീ ക്രിസ്ത്യാനിയാണെന്ന് കേട്ടോ. അല്ലെങ്കിൽ ബൈബിൾ പറയുന്ന ക്രിസ്ത്യാനിയാണ് ഇവിടെ എല്ലാവരും, അത്രേ ഉള്ളൂ. ഓമല്ലൂരിൽ നടന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. വൃദ്ധസാധനത്തിൽ ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ടു, ശാരീരികമായിട്ട് ഉപദ്രവിക്കപ്പെട്ടു. അതിന്റെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാപനത്തിന്റെ ലൈസൻസ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. അതിൽ ഉത്തരവാദിത്തപ്പെട്ട ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർ ബിനു എന്ന് പറയുന്ന ഒരാളുടെ ഉത്തരവാദിത്തത്തിന്റെ കീഴിലാണ് ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു പ്രസ്ഥാനം അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ നിയമ നടപടി കാര്യങ്ങളൊക്കെ അത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ ആരാധനയ്ക്ക് വന്നപ്പോൾ അവരുടെ ആരാധനയെ നിഷേധിക്കുകയുണ്ടായി. അവരവിടെ കയറി ആരാധിക്കരുതെന്ന് പറയാൻ ചിലർ മുമ്പോട്ട് വരികയുണ്ടായി. ഇവരുടെ ഉദ്ദേശം എന്തുവാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ട് കുറേ അടിസ്ഥാനരഹിതമായ കുറേ കാര്യങ്ങൾ മാധ്യമത്തിന് മുമ്പിൽ നിന്ന് പറയുകയാണ്. വെള്ളം പതപ്പിച്ച് കിടത്തും, അത് ചെയ്തെന്ന് ഒരു തെളിവോ ഒന്നും വെക്കാനില്ലാതെ വെറുതെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് വെറുതെ ഭോഷത്തരം വിളിച്ച് പറയുകയാണ്. അതാ പറയുന്നതിലൂടെ തന്നെ വ്യക്തമാണ് അവർ ഒരു നല്ല സംഖ്യയാണെന്നുള്ളത്, വിവരക്കേട് വിളിച്ച് പറയുന്നതുകൊണ്ട്. ഇവിടെ ഒരാളുടെയും ആരാധനാ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുവാൻ ഇവിടെ ഒരാൾക്കും അധികാരമില്ല. അത് പൗരന്റെ മൗലിക അവകാശത്തിൽപ്പെട്ടൊരു കാര്യമാണ്. ഏത് ദൈവത്തിൽ വിശ്വസിക്കണം, ഏത് മതത്തിൽ ആരാധിക്കണമെന്നുള്ളത് ഒരു പൗരന്റെ മൗലിക അവകാശമാണ്. ആരാധനാ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല, ഒരു ഗവൺമെന്റിനും അധികാരമില്ല. കാരണം അത് ഭരണഘടന നൽകുന്ന അവകാശമാണത്. അവിടേക്കാണ് ചില വ്യക്തികൾ കടന്നു വന്നിട്ട് മറ്റ് പ്രശ്നങ്ങളാണ് ഉന്നയിക്കുകയാണ്. എന്നാൽ അവരുടെ ആത്യന്തികമായ ഉദ്ദേശം എന്ന് പറയുന്നത് ആരാധനയെ വിലക്കുക എന്നുള്ളതാണ്. അറിയാമല്ലോ, BJP ഭരിക്കുന്നൊരു പഞ്ചായത്താണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോൾ കോൺഗ്രസ് അല്ല BJP ഭരിച്ചെന്ന് പറഞ്ഞാലും ഇവിടുത്തെ പെന്തക്കോസ്ത് ആരാധനയൊന്നും നിർത്തിക്കളയാൻ ആർക്കും പറ്റത്തില്ല കേട്ടോ. ഇവിടെ നിന്നല്ല, ലോകത്തിൽ ഒരിടത്തും പറ്റത്തില്ല. കാരണം നിൽക്കാനാണെങ്കിൽ ഇത് നിന്ന് പോകേണ്ട സമയം കഴിഞ്ഞതാ. നിങ്ങൾക്കറിയാവോ കർത്താവ് ആരാന്ന്? ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേ ഈ ചേട്ടൻ പറഞ്ഞു തരും. അതാ കേട്ടിട്ട് മനസ്സിലാക്കണം കർത്താവ് ആരാണ് എന്ന്. കുറേ ഹിന്ദുക്കളെ അത് ക്രിസ്തു ഭക്തരാക്കി മാറ്റി എന്നതും കൂടെ നമ്മൾ കാണാതിരിക്കരുത്.
ചരിത്രപരമായി ഒരു രേഖയിലും അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നായിട്ടില്ലെങ്കിലും അതാണ് യാഥാർത്ഥ്യമെന്നും കൃഷ്ണൻ ഒരു മിഥ്യയാണെന്നും ധരിക്കാൻ ഹിന്ദുക്കൾ തുടങ്ങി. കൃഷ്ണൻ ജീവിച്ചിരുന്നിട്ടില്ല, ക്രിസ്തു ഉണ്ടായിരുന്നെന്ന് വിശ്വസിക്കുന്ന ആളുകളെ മാറി. ഈശാവാസ്യോപനിഷത്തൊക്കെ പറയുന്നത് 100 വർഷം സകല സമൃദ്ധിയോടുകൂടി ജീവിക്കാനാണ് പറയുന്നത്. അതേസമയത്ത് മറ്റൊരുത്തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആകാശത്തിലെ പറവകളെ നോക്കൂ, അവ വിതയ്ക്കുന്നുമില്ല കൊയ്യുന്നുമില്ല എന്ന്. എന്നാൽ ഏറ്റവും കൂടുതൽ വിതയ്ക്കുകയും കൊയ്യുകയും ഹിന്ദുവിൻ്റെ ഭൂമി കയ്യേറുകയും ചെയ്യുന്ന ആരാണ്? അവരവരുടെ ഗുരു പറഞ്ഞ് കേൾക്കുന്നില്ല. നമ്മുടെ കൃഷ്ണൻ എന്താ പറഞ്ഞത്? സമ്പാദിക്കൂ, ഐശ്വര്യത്തോടെ ജീവിക്കൂ, അല്ലേ? അല്ലെങ്കിൽ പിന്നെ നല്ല നല്ല കാര്യങ്ങൾ ഉടുക്കൂ, വസ്ത്രം ധരിക്കൂ എന്നല്ലേ പറഞ്ഞ്. നമ്മൾ നമ്മുടെ ഗുരു പറഞ്ഞല്ല കേൾക്കുന്നത്. രാജാക്കന്മാരും മഹാന്മാരുമാണ് സത്യത്തിൽ ഹിന്ദുമതത്തിനെ ചതിച്ചത്, സാധാരണക്കാരൻ്റെ കർഷകനോ കുമാരേട്ടനോ അല്ല. 1935 മറ്റോ അമേരിക്കയിൽ പോയ പരമഹംസ യോഗാനന്ദൻ, അദ്ദേഹം കഴുത്തിൽ കുരിശിൻ്റെ മാല ധരിച്ചുകൊണ്ട് നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. അതിൽ ക്രിക്കറ്റർ വിരാട് കോഹ്ലി ചെറുപ്പക്കാരെ വളരെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റ് ക്രിക്കറ്റേഴ്സിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു വ്യത്യാസമുണ്ട്. ഒരു സ്പിരിച്വൽ ബെൻഡ് ഓഫ് മൈൻഡുള്ള ആളാണ് പുള്ളി. ആ കണ്ണുകൾ കണ്ടാൽ അറിയാം നമുക്ക്. വിരാട് കോഹ്ലി ഒരിക്കൽ ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന പുസ്തകം വായിക്കുന്നു. ഇത് വളരെ വളരെ പോപ്പുലർ ബുക്കാണത്. എൻ്റെ ഭയം എന്താണെന്നറിയോ? ഇത് മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ നല്ല 916 ഹിന്ദുവായി വിരാട് കോഹ്ലി നാളെ ക്രൈസ്റ്റ് ഒരു റിയാലിറ്റി ആണെന്ന രീതിയിലേക്കും ഹിന്ദു ദൈവങ്ങൾ ഒരു തത്വങ്ങൾ അങ്ങനെയുള്ള സന്യാസികളല്ലേ പറയുള്ളൂ, ഇതൊന്നും ഉള്ളതല്ല. അപ്പോൾ ഹിന്ദു ഗോഡ്സ് എല്ലാം അൺറിയലാണ്, ഇമാജിനറിയാണ്, അല്ലെങ്കിൽ ക്രിയേഷൻ ഓഫ് മൈൻഡാണ്. ക്രൈസ്റ്റ് ഹാസ് എ ഹിസ്റ്റോറിക്കൽ പ്രസൻസ്, ഹാഡ് എ പ്രസൻസ് എന്ന് പറയും. ബൈബിൾ സംസ്കൃതത്തിൽ പറഞ്ഞു വരികയാണ്. അങ്ങനെ കേരളത്തിലൊരു സന്യാസി ബുക്ക് എഴുതിയിട്ടുണ്ട്, സുവിശേഷം വേദാന്തം സുവിശേഷത്തിലൂടെ. കുറേ ഹിന്ദുക്കളെ അത് ക്രിസ്തു ഭക്തരാക്കി മാറ്റി എന്നതും കൂടെ നമ്മൾ കാണാതിരിക്കരുത്. അവർക്ക് പ്രത്യേക സംവരണം കൊടുക്കണം, അവർക്ക് പ്രത്യേക എന്തിന്? സച്ചാർ കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പാലൊളി കമ്മിറ്റി ഉണ്ടാക്കി, കേരളത്തിൽ വരെ മുസ്ലിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയാൻ. അതിൻ്റെ പേരിൽ ഗവൺമെൻറ് സ്കൂളിൽ ഫണ്ട് അനുവദിച്ചൊരു മുസ്ലിം പെൺകുട്ടികൾക്ക് ശൗചാലയങ്ങൾക്കുള്ള ഫണ്ട്. ഇത്ര വൃത്തികേട് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? തിരൂർ ഞാനൊരു സ്കൂളിൽ നേരിട്ട് കണ്ടതാ അതിൻ്റെ ഫണ്ട്. സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ, സ്വാമിയില്ലാതൊരു ശരണമില്ലയ്യപ്പ, ലാ ഇലാഹ ഇല്ലല്ല, ലാ ഇലാഹ ഇല്ലല്ല. ഇത് ഭാരതത്തിന്റെ ഭാഷ ആണോ ആവോ? ബൈബിളും യേശുവുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റൂ? ഭാരതീയമല്ലാത്ത, അതാണ് ഈ പറഞ്ഞത്, ഞാൻ മാത്രം ശരി, അത് ഭാരതത്തിന്റെ ഭാഷയല്ല. ഞാൻ മാത്രം ശരി, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് മാത്രം ശരി എന്നുള്ളത് ഭാരതത്തിന്റെ ഭാഷയില്ല. ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്, മറ്റൊരുത്തലിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല. ഇത് ഭാരതത്തിന്റെ ഭാഷയല്ല എന്നാണ് ടീച്ചറുടെ വാദം. എല്ലാ മതത്തിലും ഈശ്വര സങ്കല്പം അവരവരുടെ വിശ്വാസത്തിനൊത്തവണ്ണം വേരൂന്നി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരവരുടെ വിശ്വാസത്തിന്റെ അളവിനും സ്നേഹത്തിനും ആർദ്രതയ്ക്കും ഏകാഗ്രതയ്ക്കും ധ്യാനത്തിനും ഒത്തവണ്ണം അവരവർ ഊർജത്തെ ഏറ്റെടുക്കുകയും ചെയ്യുന്നതായിരിക്കാം. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഈ സത്യം നിങ്ങൾ അറിയുമ്പോൾ ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ഈ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും ശാന്തിയും നിത്യ സ്വസ്ഥതയും നൽകിത്തരും. ഇത് ഭാരതത്തിന്റെ ഭാഷയല്ല, ഇത് സാർവത്രികമായ ജീവബോധത്തിന്റെ ഭാഷയാണ്, ജീവന്റെ ഭാഷയാണ്, സ്ഥായിയായ നിത്യ ഭാഷയാണ്. അനുഗ്രഹം അനുഗ്രഹം അനുഗ്രഹം. എന്നാ പിന്നെ നമോവാകം.